നമസ്കാരം. ഇത് ഹീറോ മോട്ടോകോപ്പിൻ്റെ കരിസ്മയാണ്. കരിസ്മയുടെ ഏറ്റവും പുതിയ അവതാരമായിട്ടുള്ള XMR. ശരിക്കും കരിസ്മ അരങ്ങൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും വന്നത് ഒരു പുതിയ മോഡൽ, പുതിയ ഡിസൈനുമായിട്ടാണ്. അപ്പോൾ ശരിക്കും കരിസ്മ എവിടേക്കാണ് പോയത്? എന്താണ് പോകാനുള്ള കാരണം? അത് പറയാം. അതിൻ്റെ കൂടെ ഈ പുതിയ XMRൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി മൂന്നിലാണ് ഹീറോ ഹോണ്ട കരിസ്മ അരങ്ങത്ത് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും യുവാക്കളുടെ ഹരമായി മാറിയ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബൈക്ക് എന്ന നിലയ്ക്ക് കരിസ്മയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായി. 2009 അവർ PGM FI എന്ന് പറഞ്ഞിട്ട് കരിസ്മ ZMR എന്നൊരു മോഡലൂടെ ഇറക്കി. പിന്നീട് തത്തിക്കളിച്ച് പലവിധമായ മോഡലുകളുമായിട്ട് ഇങ്ങനെ തുഴഞ്ഞ് കഷ്ടപ്പെട്ട് 2019 വരെ കരിസ്മയുടെ മോഡലുകൾ അരങ്ങിലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഓൾ ടുഗദർ കരിസ്മ വിട്ടുപോയി. പിന്നീട് 2023 ആഗസ്റ്റിലാണ് ഇവർ ഈ വണ്ടിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നേ വരെയുണ്ടായ കരിസ്മയിൽ ഏറ്റവും മികച്ച ഡിസൈനുമായിട്ടാണ് ഈ ഒരു വണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വന്നു. ഇതിൻ്റെ ഒരു CC എന്ന് പറയുന്നത് 210 cc ആണ്. ഇതിൻ്റെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. ഓടിക്കാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഗുണങ്ങളും ദോഷങ്ങളും പോലെ പറയാം. അതാണ് ഈ ഒരു വീഡിയോയുടെ ഇന്നത്തെ ഒരു അജണ്ട. അപ്പോൾ ശരിക്കും ഇതാണ് കരിസ്മ XMR. 1,80,000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലും വാങ്ങാൻ കിട്ടുന്ന വണ്ടി എന്ന് പറയുന്നത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ഉള്ള ഒരു വണ്ടിയാണ് എന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് ഗുണത്തിലേക്കും ദോഷത്തിലേക്കും പോകാം. ആദ്യം ഗുണം പിടിച്ചോ. ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പ്രൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് നോക്കിയാൽ 1,80,000 രൂപയ്ക്ക് എക്സ്ഷോറൂം പ്രൈസ് കിടക്കുന്ന ഒരു വണ്ടിയാണ് കരിസ്മ XMR എന്നുള്ളതാണ്. ആ XMRൻ്റെ ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോഷൻ ഒരു വലിയ ഗുണമായിട്ട് പറയുമ്പോൾ നമ്മൾ ബൈക്ക് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 150 cc ആയിട്ടുള്ള R15ൻ്റെ ആ ഒരു വില 210 cc ഉള്ള ഒരു കരിസ്മ XMR കിട്ടുമെന്നുള്ള ഗുണം വലിയ ഗുണമാണ്. അതൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോഷൻ്റെ ഒരു പോയിന്റ് ഗുണത്തിൽപ്പെടാവുന്ന കാര്യമാണ്. കരിസ്മ XMRൻ്റെ ലുക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്നേ വരെയുള്ള കരിസ്മയിലെ ഏറ്റവും ഭംഗിയുള്ള കരിസ്മ ഞാൻ പറഞ്ഞു വെറുതെ അല്ല. ഇതിൻ്റെ ഒരു ഫുൾ ഫെയറിംഗ് ആണെങ്കിലും, ഇപ്പം മെറ്റൽ ടാങ്ക് പ്രൊട്രൂഡ് ചെയ്യുന്ന ടാങ്കും അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പീസുകളാണെങ്കിലും, ഈ ഒരു സീറ്റുകളാണെങ്കിലും, ഗ്രാബ് ഹാൻഡിലാണെങ്കിലും ഒക്കെ മഴ കൊണ്ടുകൊണ്ട് ചളിയിലോട് ഓടിച്ച് നല്ല ചളി ഉണ്ടെങ്കിലും കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടിയായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കരിസ്മ XMR കാണാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വൈസറിൻ്റെ ഒരു പോയിന്റ്, ഈ ഒരു ഓട്ടോ LED ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നൊരു കാര്യം, കൂടാതെ വലിയ ഒരു മഡ് ഗാർഡ്, ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഫ്രെയിം, ഇതൊക്കെ തന്നെയും ഭംഗിയുള്ള കാര്യങ്ങളായിട്ട് പറയാം. ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു ഡിസൈൻ കൊള്ളാം, കളർ തീം കൊള്ളാം. മൊത്തത്തിൽ ഒരു ഭംഗിയുള്ള വണ്ടിയാണ് കരിസ്മ XMR എന്നുള്ളത് ലളിതമായിട്ട് പറയാവുന്ന കാര്യമാണ്. അടുത്തൊരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ അല്ലെങ്കിൽ സീറ്റിംഗ് പോസ്റ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഡിൽ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹാൻഡിൽ ബാറിലേക്കുള്ള ഒരു പിടുത്തം എന്ന് പറയുന്നത് തീർത്തും കംഫർട്ടബിൾ ആണ്. നമുക്ക് ഒരിക്കലും ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരു റൈഡിങ് പോസ്റ്റർ എന്നുള്ളത് കരിസ്മ XMRൻ്റെ വലിയ ഗുണമാണ്. ഹാൻഡിലിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഹാൻഡിലിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൊള്ളാം. ശരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ബോഡിക്ക് ഉതകുന്ന തരത്തിലാണ് അതിൻ്റെ കാര്യമൊക്കെ. സ്വിച്ച് ഗിയറുകളാണെങ്കിലും എല്ലാം നമുക്ക് ഇൻ റീച്ചാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വെച്ച് നോക്കുമ്പോൾ ഇരിക്കാൻ സുഖമുള്ളൊരു വണ്ടി, ഇരിക്കാനും ഓടിക്കാനും സുഖമുള്ളൊരു വണ്ടി എന്നുള്ള ഒരു പോസിറ്റീവ് പോയിൻ്റ് കൂടി XMRൻ്റെ ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. സവിശേഷതകളാൽ സമ്പന്നമാണ് ശരിക്കും പറഞ്ഞാൽ XMR. ഇപ്പോൾ 10x10 നാവിഗേഷനുള്ള അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആ ഒരു LED മീറ്റർ ക്ലസ്റ്ററുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ഈ വൈസറിന് ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇത് മുകളിലേക്കും താഴേക്കും ആക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഈ ഒരു ബട്ടണിലാണ് കാര്യങ്ങൾ. കൂടാതെ LED ആണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഗുണമുള്ള കാര്യമാണ്. ഇനി പറയേണ്ട ഏറ്റവും വലിയ പോസിറ്റീവിൻ്റെ മിററുകളാണ്. സാധാരണ ഫുൾ ഫെയറിംഗ് വണ്ടി വരുമ്പോഴേ മിററുകളുടെ ഒരു പ്ലേസ്മെൻറ്റ് കുറച്ച് ആക്യുവേഡ് ആവാറുണ്ട്, നമുക്ക് ഉപകാരപ്പെടാത്ത തരത്തിലാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ പൾസർ 220 ഒക്കെ നമുക്കൊന്നും കാണില്ല. പക്ഷേ ഇതിൻ്റെ മിറർ തീർത്തും വലുതാണ്, നമുക്ക് വൃത്തിയായി തന്നെ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. തീർത്തും മികച്ച മിററുകളും XMRൻ്റെ ഗുണമായിട്ട് കാണാം. ഡ്യുവൽ ചാനൽ ABS ആണ്. മുൻ പിൻ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. ഇതൊക്കെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണെങ്കിലും ഗുണമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് പില്ലൻ സീറ്റാണ്. ഈ സീറ്റിൻ്റെ ആ ഒരു പൊസിഷൻ നല്ലതാണ്, ഇരിക്കാനും സുഖമുണ്ട്. അതും ഗുണമായിട്ട് കാണാം. ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഗ്രാബ് ചെയ്യാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇതും ഒരു ഗുണമായ കാര്യമാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിക്കുണ്ട്. USB ചാർജർ പോലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ലിവറുകളുടെ ആ ഒരു റീച്ചൊക്കെ നല്ലതാണ്, നമുക്കധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഗുണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ കരിസ്മ XMRന് വലിയ ടയറുകളാണ്. അതും ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇപ്പോൾ 100-140 ടയറാണ്. 100 എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ 150 എന്ന് പറയുന്നത് ആ ഒരു റിയർ ടയറിൻ്റെ സൈസാണ്. അതൊക്കെ നല്ലതാണ്. അലോയ് വീൽ ഡിസൈൻ കാണാൻ ഭംഗിയുണ്ട്, ഒക്കെ കൊള്ളാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി
പോകേണ്ടത് ദോഷങ്ങളിലേക്കാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ അടുത്ത് CNG ബൈക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ CNG പെട്രോൾ ആയിട്ടുള്ള ഹൈബ്രിഡ് ബൈക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ട്രെല്ലിസാണ് ഫ്രെയിം എന്നുള്ളത്. എന്താണ് ട്രെല്ലിസ് ഫ്രെയിം? ട്രെല്ലിസ് ഫ്രെയിം തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു കരിസ്മ XMR-ലും കാണാൻ പറ്റുക. ദോഷങ്ങൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയെ കുറിച്ചാണ്. 11 ലിറ്റർ ടാങ്കാണത്. ഈ വണ്ടിയുടെ റൈഡിങ് പോസ്റ്റ് വെച്ചിട്ട് ഇത് കുറേ ദൂരം ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടിയാണ്. 25ഓളം കിലോമീറ്റർ മൈലേജ് ഉള്ള ഈ ഒരു വണ്ടിക്ക് 11 ലിറ്റർ ടാങ്കും വെച്ചിട്ട് പോകാനുള്ള ആ ദൂരം എന്ന് പറയുന്നത് 10 ലിറ്റർ 250, 11 ലിറ്റർ 275, 300 കിലോമീറ്റർ താഴെയാണെന്നുള്ളത് ഒരു വലിയ കുറവാണ്. ആ ഒരു കുറവ് ഈ വണ്ടിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്. കരിസ്മ XMR-ൻ്റെ ബിൽഡ് ക്വാളിറ്റി മികച്ചതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിൻ്റെ ഒരു പാനലുകളാണെങ്കിലും പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിലും ഇതെല്ലാം നല്ലതാണ്. ഇപ്പോൾ ഗ്രാബ് ഹാൻഡിലെ ഒരു ഫിനിഷിങ് വരെ നല്ലതായിട്ട് തോന്നി. കൂടാതെ അലുമിനിയം ആയിട്ടുള്ള ഫുഡ് റെസ്റ്റ് ഒക്കെ കൊള്ളാം. പക്ഷേ സ്വിച്ച് ഗിയറിൻ്റെ ക്വാളിറ്റി തീർത്തും പോരാത്ത ഒരവസ്ഥയായിട്ട് തോന്നി. ഇപ്പോൾ ഈ ഒരു മോഡ് ബട്ടണൊക്കെ തന്നെയും കേട്ടോ, ഈ മോഡ് അല്ലെങ്കിൽ ഈ ഒരു സെലക്ട് ബട്ടണൊക്കെ തന്നെയും ഇത് സ്റ്റക്കാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ മീഡിയ ഡ്രൈവുകളുടെ ആ ഒരു ബാക്കി പത്രമായിരിക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണ്. ആ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഞാൻ കീലും കണ്ടു, ഈ ഒരു കീക്കുമുണ്ട് ആ ഒരു ഇഷ്യൂവിൻ്റെ പ്രശ്നം. അപ്പോൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി തീർത്തും കുറവാണ് എന്നുള്ളത് എനിക്കൊരു ഇത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഹീറോയുടെ എല്ലാ കാര്യങ്ങളും മിസ്സായിട്ട് തോന്നിയിട്ട് ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ ആ ഒരു കാര്യം ഒരു ഇത്തിരി കുറവായിട്ട് തന്നെ പറയേണ്ടതാണ്. സവിശേഷതകളെ സമ്പന്നമാണെങ്കിലും ഇതിന് USD, അതായത് അപ്സൈഡ് ഡൗൺ പോലുള്ള ആ ഒരു കാര്യങ്ങളില്ല, ഫോർക്കൊന്നുമല്ല. അതൊരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ കാണാവുന്ന കാര്യമാണ്. പക്ഷേ പ്രൈസിൻ്റെ ആ ഒരു ആനുകൂല്യം ബെനിഫിറ്റോടെ ഉണ്ട്, അതൊരു കുറവായിട്ട് പറയണ്ട. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു പെഡലുകൾ, അല്ലെങ്കിൽ പെഡലല്ല പറയുക, ലിവറുകളൊക്കെ തന്നെയും ഒരു ഇത്തിരി കുറവായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു, നന്നായിരുന്നു. കാരണം ഏറ്റവും എർഗണോമിക്കലി കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വണ്ടിക്ക് ഈ വക കാര്യങ്ങൾ കൂടി വേണ്ടതാണ്. കരിസ്മ XMR-ൻ്റെ എഞ്ചിനാണ് അടുത്തൊരു കുറവായിട്ട് പറയുന്നത്. കുറവെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വണ്ടിയുടെ പവറോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ കുറവാണെന്നല്ല. പക്ഷേ 2003 കരിസ്മ വന്നപ്പോൾ ആ ഒരു ബ്ലാസ്റ്റിംഗ് ഫീൽ ഉണ്ടല്ലോ, അത് ഈ ഒരു വണ്ടിക്ക് കുറവാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 210 cc ആണ്. 25.4 bhp പവറും 20 Nm ടോർക്കുള്ളത്, 20.2 Nm. അപ്പോൾ ഒരു ഇത്തിരി കൂടി കൂടുതലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കരിസ്മ XMR വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ആദ്യം പറയേണ്ട ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്ററാണ്. നമ്മളിരിക്കുന്ന ഈ ഒരു പോസ്റ്റർ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തീർത്തും കംഫർട്ടബിളാണ്. കുറേ ദൂരം ഒരു പ്രശ്നമില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടി എന്ന് ലളിതമായിട്ട് പറയാം. നല്ല ആ ഒരു ഹാൻഡിൽ ബാർ അല്ലെങ്കിൽ ഹാൻഡിൽ റീച്ചാണ്. നമുക്ക് പിടിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് പുറം വേദന കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. അവിടെ തീരെയാണ് എൻ്റെ കാര്യം. പവറില്ല, എക്സൈറ്റ്മെൻറ്റ് കുറവാണ്. എന്ന് വെച്ചാൽ ഒരു 4000-4500 RPM കഴിയുമ്പോൾ വണ്ടി ഒന്ന് പാഞ്ഞ് കയറി പോകുന്നുണ്ടെങ്കിലും ഒരു ഇത്തിരി റഫായിട്ട് തോന്നി എൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു നോട്ടൊക്കെ. 6 ഗിയറുകളുണ്ട്. കൂടാതെ ഷിഫ്റ്റൊക്കെ നല്ല സ്മൂത്താണ്, ക്ലച്ച് ലൈറ്റ് സൈഡാണ്, ബ്രേക്കൊക്കെ നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. റൈഡാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. അപ്പോൾ നല്ല റൈഡുള്ള നല്ല ഹാൻഡ്ലിംഗ് ഉള്ള ഒരു വണ്ടിക്ക് പവർ കുറവെന്നുള്ള ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു വണ്ടിക്ക് കിട്ടിയത്. ഏകദേശം 25 കിലോമീറ്ററോളം ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഈ വണ്ടിക്ക് പറയുന്നത് ഹീറോ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാം. 30 വരെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. ഈ മിററുകളെ പ്രശംസിക്കണം, കാരണം മിററുകളുടെ ഒരു കാഴ്ച നല്ലത് തന്നെയാണ്, പേടിക്കാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ പില്ലുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല, അവരുടെ ഒരു ഭാരം നമ്മുടെ പുറത്തേക്ക് വരില്ല. അതിന് ഗുണമെന്ന് പറയുന്നത് ഇരിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. 11 ലിറ്റർ ടാങ്ക് നമ്മുടെ ആ ഒരു ഡ്രൈവ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് വാട്ടർ കൂളാണ്. അപ്പോൾ വാട്ടർ കൂളായതുകൊണ്ട് പുഷ് അടിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹസാർഡ് ലൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ്, USB ചാർജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ഒരു എഞ്ചിൻ നോട്ടും കേൾക്കാൻ രസമാണ്. ടേക്ക് എ ലിസൺ. അപ്പോൾ മൊത്തത്തിൽ ഒരു ബൈക്ക് നോക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു കരിസ്മ ബ്രാൻഡാണെങ്കിൽ XMR ബെസ്റ്റ് ചോയ്സാണ്. കാരണം പഴയ ആ ഒരു CBR 150Rൻ്റെയൊക്കെ ആ ഒരു ഷേപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ തോന്നുമെങ്കിലും തീർത്തും യൂണീക്കായിട്ടുള്ള ഒരു വണ്ടി എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ പറയാനുള്ളത്. ഈ ഒരു ഭാഗത്താണ് എനിക്ക് ആ ഒരു തോന്നിയത്, ആ ഒരു ചായ. എല്ലാം കൊണ്ടും മികച്ചൊരു വണ്ടി എന്ന് ഞാൻ പറയുന്നില്ല. എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, പക്ഷേ കാഴ്ചയ്ക്ക് നല്ല, റൈഡ് നല്ല, ഹാൻഡ്ലിങ് നല്ല, ബ്രേക്കിംഗ് നല്ല, അങ്ങനെ കുറേ നല്ലതുകളുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു XMR എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ വീഡിയോയുടെ രത്നം ചുരുക്കം. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. അതായത് ചെറിയ ദൂരം നമുക്ക് ഓടിക്കാനായിട്ടേ നല്ല രസമുണ്ട്. ഹൈവേ കയറുമ്പോൾ ആ രസത്തിൽ കുറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊരു നല്ല വണ്ടിയാണെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.